സ്വാഗതം. നമ്മളെന്തായാലും വീക്കിലി വ്ളോഗാണ് കേട്ടോ ഇടുന്നത്. ഇപ്പം ഞാനൊന്ന് ഇൻട്രോ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരാഴ്ചക്കലത്തെ വിശേഷം മൊത്തം നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം കേട്ടോ. എൻ്റെ ലൈഫിൽ അങ്ങനെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും സംഭവിക്കാനൊന്നുമില്ല. എന്നാലും കൊച്ചു കൊച്ചു എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ മനസ്സിലാക്കാമല്ലോ. അപ്പം എന്തായാലും നമ്മൾ നമ്മുടെ മടിയൊക്കെ മാറ്റി വെച്ച് നമ്മുടെ സങ്കടങ്ങളൊക്കെ തള്ളി വെച്ചിട്ട് ഇതാ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീക്കിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി അങ്ങോട്ടേക്ക് വീക്കിലി വ്ളോഗ് മാത്രമേ ഉള്ളൂ എന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ, മാറ്റം അനിവാര്യമാണ്. അപ്പം നമ്മൾ കാലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പോവാണ്. ചോറ് വെച്ചിട്ടുണ്ട്, കടലയാണെന്ന് കറി. അപ്പോൾ അതൊക്കെ നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. ചോറ് തലേദിവസത്തെ ആയിരുന്നു കേട്ടോ, അത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്. പുട്ടാണ് കേട്ടോ ഇന്ന്. പൊൻകദറിൻ്റെ പുട്ടുപൊടി യൂസ് ചെയ്ത ആൾക്കാർക്ക് വേറൊരു പുട്ടുപൊടി യൂസ് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കാരണം നമ്മളതിനോടൊരു അഡിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് പേഴ്സണലി എനിക്ക് പൊൻകദറിൻ്റെ പുട്ടുപൊടി ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടി, ഇത് രണ്ടും എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. പല നാടുകളിലും അതായത് പല ജില്ലകളിലും പുട്ടുണ്ടാക്കുമ്പോൾ നല്ല ജീരകം ചേർക്കാറില്ല. പക്ഷെ നമ്മുടെ തൃശ്ശൂരുകാരുടെ ഒരു സ്പെഷ്യാലിറ്റിയാണ് പുട്ടുണ്ടാക്കുമ്പോൾ നല്ല ജീരകം ചേർക്കുക എന്നുള്ളത്. അതിനൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. നമ്മൾ ഉള്ളിയും കൂടി ഇല്ലേ, നമ്മുടെ ചെറിയ ഉള്ളി ഉണ്ടല്ലോ, അതും അരിഞ്ഞിടാറുണ്ട് കേട്ടോ. ജാതി ടേസ്റ്റാണ് അത്. ആ ഉള്ളിയൊക്കെ കൂടിയുള്ള ഒരു ഭാഗം കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. മഴയാണ് കേട്ടോ കാലത്ത് തന്നെ. നമുക്ക് കറണ്ടില്ല, മോട്ടർ അടിച്ചിട്ടില്ല, അതുകൊണ്ട് ടാങ്കിൽ എത്ര വെള്ളം ഉണ്ടാവുന്നൊന്നും ഒരു പിടുത്തില്ല കേട്ടോ. പറയുമ്പോഴേക്ക് ഇതാ ചുമയുണ്ട്, നല്ല ചുമയുണ്ട് കേട്ടോ. ചൂട് ചായ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഡോക്ടർക്ക് നമ്മൾ നമ്പർ ബുക്ക് ചെയ്തിട്ടുണ്ട്. സ്കൂൾ വിട്ട് വന്നിട്ട് വേണം പോവാൻ. ഒരാളിത് അവിടെ കിടക്കണ്ടേ. പൊന്നുവാ, മഴയായ ആൾ പുറത്തേക്ക് ഇറങ്ങൂല കേട്ടാ, അല്ലെങ്കിൽ ജീവനം കൊണ്ട് ഓടും ആള്. നമ്മുടെ ഈ മാക്സി ഫ്രോക്ക് ഉണ്ടല്ലോ, ഇത് സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിന് നമുക്ക് തന്നിട്ടുണ്ടാകുന്നതാ. പുതിയതാണോ ഓളാടിട്ടത്? നല്ല ആളാണ് ഇഷ്ട. 4 എണ്ണം എനിക്കും ഉണ്ട്, 2 എണ്ണം വെച്ചാൽ അമ്മൂനും ഭായിനും ഓരോന്നോരോന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഡ്രസ്സ്, ഇതാണ് അത് ഭാഗത്ത് ഇങ്ങനെ ഫ്രിൽസ് ഭായിന്ന് കാണിച്ചു കൊടുത്തേ. അപ്പോൾ ഇങ്ങനെ കിട്ടാൻ നമ്മുടെ ഡ്രസ്സ് വരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാൻ ഞാൻ നമ്പർ താഴെ വരെ കൊടുക്കാം. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഐഡി ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. താല്പര്യം വേണമെങ്കിൽ വാങ്ങിച്ചോളൂ. ഈ പോയ ഒരാഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറയാതെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാനത് പറയാൻ ചാൻസ് കുറവാണ്. കാരണം ഏകദേശം ഒരാഴ്ചയൊക്കെ തന്നെ ആയിട്ടുള്ളൂ നമ്മൾ ഈ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട്. അതായത് ഞാൻ ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഷോർട്സ് കണ്ടിട്ടുണ്ടാവും പലരും. കാരണം എനിക്ക് അതിനിടയ്ക്ക് നമ്മൾ ലോങ് വീഡിയോ എടുത്തിട്ടില്ല, അതായത് പോസ്റ്റ് ആക്കിയിട്ടില്ല. എടുത്തതാണ് ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്, പോസ്റ്റ് ആക്കിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അമ്മൂട്ടി എനിക്ക് വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. പായുമ്പോൾ ആ കൃഷ്ണന് വെക്കാനുള്ള പൂവൊക്കെ വെട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ ഹെയർ ഓയിലിൻ്റെ ബിസിനസ് തുടങ്ങിയത് ബിസിനസ് എന്ന് പറയാൻ വേണ്ടി മാത്രമൊന്നുമില്ല, കുറച്ച് പേര് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ കേട്ടോ. അതല്ലാണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തു നിന്നും കുറച്ച് പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. വലിയ കാര്യമായിട്ടൊന്നുമല്ല, എന്നാലും ചെറിയ രീതിയിൽ വലിയ തരക്കേടില്ലാണ്ടൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടേ. ഒട്ടും പ്ലാൻ ചെയ്യാതെ നമ്മളൊരു കാര്യം ചെയ്യുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാനിതിനെക്കുറിച്ച് മനസ്സിൽ ചിന്തിച്ചിട്ട് തന്നെയില്ല ഇങ്ങനൊരു കാര്യം ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനൊരു കാര്യത്തിലേക്ക് കടന്നു ചെല്ലാം എന്നൊക്കെ. കുറേ നാളായിട്ട് നമ്മുടെ മനസ്സിലുള്ളൊരു ആശയമായിരുന്നു ചെയ്യാം എന്നുള്ളത്. പക്ഷെ അതിലേക്ക് കടന്നു വരാനുള്ളൊരു ധൈര്യക്കുറവ്, അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ള അറിവില്ലായ്മ, അതിനുള്ള സാധനങ്ങൾ എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളൊരു എന്താ പറയുക, നമുക്ക് അന്വേഷിച്ചാൽ നമുക്ക് കിട്ടാത്തതായിട്ടൊന്നുമില്ല എന്ന് എനിക്ക് മനസ്സിലായിട്ടോ. നമ്മൾ ഇറങ്ങിത്തിരിക്കാത്തതാണ്, നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ച് മാറിയിരിക്കുമ്പോഴാണ് നമുക്കൊന്നും സാധിക്കാത്തത്. നമ്മളെ കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നുമില്ല അല്ലേ. പക്ഷേ ഈ യൂട്യൂബിന് മാത്രം നമ്മളെ കണ്ടൂടാ. അതെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ എത്രയൊക്കെ കണഞ്ഞ് പരിശ്രമിക്കേണ്ടതെന്ന് അറിയാം. ഒന്ന് വ്യൂസ് കൂടി കയറാൻ, നമ്മുടെ സ്റ്റക്കായിട്ടുള്ള ഫോളോവേഴ്സിൻ്റെ ആ ഒരു ദിവസത്തിലൊരു
5 ആളെങ്കിലും വന്നാൽ ഞാൻ ഹാപ്പിയാണ്. 5 ആൾ വരുന്നില്ല എന്നൊന്നും അല്ല കേട്ടോ. നമുക്ക് വളരെ കുറവാണ്, കയ്യിലുണ്ടാവുന്ന ആൾക്കാർ മാത്രമാണ് നമുക്ക് ദിവസം ഒരു ഫോളോവേഴ്സായിട്ട് കയറുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. ഞാൻ കുറേ വീഡിയോസ് പരത്തി നോക്കി ഒന്നിലും എനിക്ക് ഒരു ആൻസർ തക്കതായിട്ട് കിട്ടുന്നില്ല. ഇനി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്കാണെന്ന് എനിക്കറിയില്ല, ഒന്നും എനിക്കറിയില്ല. ഇനി ഞാൻ ആരോടാ ചോദിക്കാമെന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പോണ പോലെ അങ്ങോട്ട് പോട്ടെ. ഞാൻ കുറച്ച് പേരോടൊക്കെ ചോദിച്ചു കേട്ടോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്കാണെന്ന്. പക്ഷേ ആർക്കും പറഞ്ഞു തരാനൊന്നും ഇഷ്ടമല്ലാതെ. കാരണം നമ്മളെടുത്തൊരു കാര്യമൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയാവുന്നൊരു കാര്യമാണെങ്കിൽ ഞാൻ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ എനിക്കറിയില്ല എൻ്റെ ആൾക്കാരൊക്കെ എങ്ങനെയെന്നിട്ടാ പറഞ്ഞു തരാൻ ഭയങ്കര മെസ്സേജ് കണ്ടാലും നമ്മളെ തിരിഞ്ഞു നോക്കണില്ല എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, ഇനി വിട്ടേക്കാം. ഇപ്പം ഞാനും എല്ലാവരുടെ മെസ്സേജും കാണണം എന്നൊന്നുമില്ല. ഞാൻ കാണാതെ പോകുന്ന പല മെസ്സേജസും ഉണ്ടായിരിക്കും. നിങ്ങളിൽ പലരും എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരിക്കും, അത് ഞാൻ കാണാതെ പോകുന്നുണ്ടായിരിക്കും. പക്ഷെ അത് കണ്ടു, അവിടെ നമ്മൾ അയച്ച മെസ്സേജ് കണ്ടു എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ട് പിന്നെ നമുക്ക് റിപ്ലൈ ഇല്ലാണ്ടാകുമ്പോൾ ഭയങ്കര സങ്കടമാണേ. അയ്യോ ദേ ഇവിടെ ഒരാള് റെഡിയായിട്ട് നിൽക്കണ്ട്. പതുക്കെ വെക്ക അല്ലെങ്കിൽ ഓടും, ജീവനും കൊണ്ട് ഓടും. എല്ലാരും നോക്കണേ. ആളെ സ്ഥലം ഇവിടെ വരുള്ളൂ കേട്ടോ, അവിടെ നിന്ന് ഇവിടെ നോട്ട് അവിടെ നിന്ന് പിടിച്ചിരി ഞാൻ അവിടെ തൊട്ട് ഇവിടെ വരയിലേടി ഓടുന്നുള്ളൂ. ചോടാ അമ്മന്റെ പൊന്നിന്റെ കണ്ണു തുടച്ചിട്ടാ അമ്മ ചേച്ചിനും കുളി കൊണ്ടാക്കിട്ട് അതിൻ്റെ ഒരു ഫോട്ടോ എടുത്തരാം ചാലിനെ പിടിച്ചിട്ട്. പിന്നെ മാവും കൂടെ നോക്കിയേ, കുട്ടി മാവ് കൂടെ നോക്കി ഒരു ഫോട്ടോ എടുത്തരാം അമ്മ. ഓ ഇവിടെ നോക്കേ, ഇവിടെ നോക്ക അമ്മ പൊന്നല്ലേ. നമ്മൾ ഈ ഓയിൽ ബിസിനസ് തുടങ്ങിയതിൻ്റെ ഏറ്റവും വലിയ എനിക്ക് ഉപകാരമായിട്ട് തോന്നിയത്, നമുക്ക് വല്ലാണ്ട് പ്രോഫിറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഞാൻ വളരെ കുറഞ്ഞ പ്രോഫിറ്റ് മാത്രമേ ഇതിന് എടുക്കണുള്ളൂ. നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും, പിന്നെ എന്തിനാ മോളെ നീ ഇത് നടത്തണേന്ന് പോലും ചിലപ്പോൾ ചോദിച്ചു കേട്ടോ. പക്ഷേ ഇതിലെനിക്ക് ഏറ്റവും കിട്ടുന്ന സന്തോഷം എന്താ വെച്ചാൽ എനിക്ക് സമയം ഇപ്പം ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതായത് ഞാൻ സാധാരണ പിള്ളേരെ സ്കൂളിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങും, പുസ്തകം വായിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ലൈഫിൻ്റെ ആ ഒരു പോക്ക് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഭയങ്കര ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അടിച്ചിരുന്നത്. നമുക്ക് ചെയ്യാനൊന്നുമില്ല, കാരണം ഇവർ പോണേക്കാട്ടും മുന്നേ എനിക്ക് വീട്ടിലെ എല്ലാ പണികളും ഞാൻ കഴിക്കുന്നു. പിന്നെ എനിക്കുള്ളത് ആകെ ഒരു അലക്കലുണ്ടായിരിക്കും, അത് വാഷിംഗ് മെഷീൻ ചെയ്യും, പിന്നെ തുണികൾ വിരിച്ചിടേ വേണ്ടുള്ളൂ. അതല്ലാണ്ട് നമ്മൾ പെരടിച്ചു വരാം, വല്ലപ്പോഴൊക്കെ ഒന്ന് തുടയ്ക്കുക, അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എനിക്കിപ്പോൾ സമയമില്ല. സത്യം പറയാലോ, കുറേ പാക്ക് ചെയ്യാനും കുറേ അയക്കാനും അങ്ങനെയൊന്നുമല്ല. കാരണം എൻ്റെ കയ്യിൽ ഓൾറെഡി കാർഡ്ബോർഡ് ബോക്സ് ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാൻ വലിയ കാർഡ്ബോർഡ് ബോക്സ് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്ത് പിന്നെ എനിക്ക് ആർച്ച തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ കളക്റ്റൊക്കെ ചെയ്ത് അത് വെട്ടി ഉണ്ടാക്കി ബോക്സൊക്കെ ആക്കിയിട്ടാണ് ഞാൻ കുറച്ച് നാളൊക്കെ ഓയിൽസ് അയച്ചിരുന്നത്. ഇപ്പം നമ്മൾ കാർഡ്ബോർഡ് ബോക്സൊക്കെ അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആർച്ചയുടെ കടയിൽ നിന്നാണ് ഞാൻ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കുന്നത്. അതാകുമ്പോൾ വീട്ടിൽ ആട്ടിയ വെളിച്ചെണ്ണയാണ്, അവർക്ക് സ്വന്തമായിട്ട് മില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അയിമ്പേനെ വൈകുന്നേരം ഇപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ശ്വാസം മുട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നിന്ന് മാറിപ്പോയതായിരുന്നു കേട്ടോ. പക്ഷേ ഇതിപ്പോൾ വീണ്ടും തലപൊക്കിയിട്ടുണ്ട്. ആവി പിടിക്കാൻ പറഞ്ഞാൽ ആവി പിടിക്കലില്ല. ചീത്ത കുറേ പറയുമ്പോഴാണ് ഒന്ന് ആവി പിടിക്കുക. ആവി പിടിച്ചിരുന്നെങ്കിൽ അത് വരില്ലായിരുന്നു. എന്നാലും വലിയ കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ ഡോക്ടർ അത് പറഞ്ഞപ്പോൾ അവൾക്കും പേടിയായി. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ആവി പിടുത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ആൾ ഓക്കെയാണ് കേട്ടോ, ഇപ്പോൾ മാറിയിട്ടുണ്ടേ. അങ്ങനെ പായുമ്പോഴേക്ക് ഞാൻ കഞ്ഞിയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഓയിൽ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ട്. ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ്. കാലത്ത് തന്നെ എണീറ്റ് അടുക്കളയിലൊക്കെ കയറിയിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അതായത് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അയച്ചു തന്ന ഡ്രസ്സിൻ്റെ 2ാമത്തെയാണ് കേട്ടോ ഇത്. അപ്പം അമ്മൂട്ടി ഇതാ വന്ന് ഇവിടെ സ്നേഹപ്രകടനവും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പായുമ്പോൾ ഉറങ്ങിയിട്ടിട്ടില്ല കേട്ടോ. അമ്മൂട്ടി എന്തായാലും വന്ന് നിന്നതല്ലേ, അപ്പോൾ നമുക്കൊന്ന് ഹൈറ്റ് നോക്കാമെന്ന് വിചാരിച്ചു. ഹൈറ്റ് നോക്കിയപ്പോൾ അവളെന്നെക്കാട്ടും നന്നായിട്ട് വലുതായിരിക്കുന്നു ഗൈസ്. അവളെന്നെക്കാട്ടും ഹൈറ്റ് വെച്ചില്ലൊന്നല്ല എനിക്ക് വിഷമമുള്ളത്, പക്ഷെ കുട്ടി അങ്ങോട്ട് വലുതായി അങ്ങോട്ട് പോവാണല്ലേ. എന്ത് പെട്ടെന്നാണ് നമ്മുടെ മക്കളൊക്കെ വലുതാവുന്നത്. ഇനി കുറച്ച് നാളും കൂടെ കഴിഞ്ഞാൽ 2-3 കൊല്ലം കൂടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പഠിക്കാൻ പുറത്തേക്കൊക്കെ പോവായി. പിന്നെ നമ്മൾ വല്ലപ്പോഴും കാണുന്നു. അത് കഴിഞ്ഞാൽ അവരവരുടെ ലൈഫും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണു. അങ്ങനെ
ആലോചിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് നമ്മുടെ മക്കൾ എന്നും പ്രിയപ്പെട്ടത് തന്നെയല്ലേ അല്ലേ. ദാ ഈ കൂജി ഉണ്ടല്ലോ, നമ്മൾ അന്ന് വീഡിയോ എടുത്തിട്ടുണ്ടാകുന്നില്ലേ, കലൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്ത് പോയപ്പോൾ ഉള്ള വീഡിയോ, അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 140 രൂപയായിട്ടുള്ളൂ. പക്ഷേ എന്താ സംഭവം എന്നറിയോ, എനിക്കറിയില്ല, എൻ്റെ വിവരക്കേടാണോ എന്ന് എനിക്കറിയില്ല. ഈ കൂജയുടെ പുറത്തു കൂടെ വെള്ളം ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു വെള്ളം കുപ്പി എടുത്ത് പുറത്ത് വയ്ക്കുമ്പോൾ കുറേ നേരം കഴിയുമ്പോൾ പുറത്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരിക്കില്ലേ, അതേപോലെ വന്ന് നിൽക്കുന്നു. അത് ഇനി മഴക്കാലമായതിൻ്റെ പേരിലാണോ ഈ കൂജ നന്നായിട്ട് ഉണങ്ങാത്തതിൻ്റെ പേരിലാണോ എന്നൊന്നും എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയുന്ന വെച്ചാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കൊഴുക്കട്ടയാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വീട്ടിൽ കൊഴുക്കട്ട ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ്. ചെറുപ്പത്തിലൊന്നും എനിക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കാലകാലം എനിക്കത് ഭയങ്കര ഇഷ്ടമായി വന്നൊരു ഫുഡാണ് കേട്ടോ. പിന്നെ എന്തുകൊണ്ടോ നമ്മുടെ വീട്ടിൽ അത് ഉണ്ടാക്കാൻ ഇത്ര വൈകിപ്പോയി എന്ന് എനിക്കൊരു നിശ്ചയമില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ അടുത്ത്, നമ്മളിപ്പോൾ ഒരു ടൈം ടേബിൾ പ്രകാരമാണ്, ഒരാഴ്ചക്കലത്തെ ഫുഡ് ആ ഒരു മെനു പ്രകാരമാണ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വെറൈറ്റി നമ്മൾ പണ്ട് കഴിച്ചിരുന്ന ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ തപ്പിപ്പോയിട്ടാണ് ഇതൊക്കെ എൻ്റെ ഓർമ്മയിലേക്ക് എടുത്തു കൊണ്ടുവന്നിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ട്രൈ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ അമ്മുനും പായനും ഭയങ്കര ഇഷ്ടമായി. വീട്ടിൽ ഇതിന് വേണ്ടി തല്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞല്ലോ, അതായത് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചി അനിയത്തിയും കൂടെ അടിയായി. അവസാനം ഉണ്ടായിരുന്ന ഒരെണ്ണത്തിന് വേണ്ടിയിട്ട്. ഇത് നമ്മൾ ജയിലിലൊക്കെ കിട്ടുന്ന ഫുഡാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ. എൻ്റെ അച്ഛൻ ഇതിന് ഒരു പ്രത്യേക പേരൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. എന്തോ ജയിലുണ്ടാന്ന് അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊരു പേരൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് കറക്റ്റ് അങ്ങോട്ട് ഓർമ്മയില്ല. എൻ്റെ വീട്ടിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് നമുക്കത് അത്ര വലിയ പുത്തിരിയായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ എൻ്റെ മക്കൾക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് തോന്നുന്നു നിങ്ങളും ഇങ്ങനെ ഒരു മെനു ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരാഴ്ചക്കലത്തെ ഫുഡൊക്കെ എഴുതി വെച്ചിട്ട് നമ്മളത് പ്രിപ്പയർ ചെയ്യാൻ നിൽക്കുമ്പോൾ കാലത്ത് എണീക്കുമ്പോൾ നമുക്കൊരു ടെൻഷനും കാര്യങ്ങളില്ല കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം ഇന്നത്തെ ഉണ്ടാക്കാൻ പോകണമെന്നുള്ള വ്യക്തമായ ധാരണ നമ്മുടെ ഉള്ളിലുണ്ട്. തലേ ദിവസം തന്നെ നമ്മൾ വെള്ളത്തിലിടാനുള്ള സാധനങ്ങളൊക്കെ നമ്മളത് നോക്കി വെള്ളത്തിലിട്ട് വെച്ച് അതൊക്കെ ഒരു പ്രത്യേക ഒരു എന്താ പറയുക, നമ്മൾ ലൈഫിനെ ഒരു നല്ല രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിൻ്റെ ഞാനങ്ങനെ വല്ലാണ്ട് ലൈഫ് വലിയ കാര്യമായിട്ട് നോക്കണ ആളൊന്നുമല്ല. പക്ഷെ എന്നാലും എനിക്ക് ഉണ്ടാകുന്ന കുറച്ച് മാറ്റങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ. നമ്മൾ കറിക്ക് തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ എന്ത് സംഭവം എന്ന് വെച്ചാൽ തീയൊക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഉണ്ടയമ്മ നോക്കിയിരുന്നപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് അടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ടായിരുന്നു. കണ്ണിതാ തുറക്ക്. നല്ല സുഖല്ലേ? എട് കണ്ണോർക്ക് കണ്ണ് തുറക്കടി. നല്ല ഐസ് കട്ട വെച്ച പോലില്ലേ? അതാണ് ഇപ്പം മനസ്സിലായില്ലേ. 80s 90s 20s വ്യത്യാസം എന്താന്ന് കിടുവല്ലേ ഞങ്ങള്. ഇന്ന് പായുമ്പോൾ സ്കൂളിലേക്ക് പോയിട്ടില്ല, ചുമയായിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിട്ടില്ല. നമ്മുടെ സ്കൂൾ പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു ലീവ് ആയിട്ടുണ്ട് കേട്ടോ. പോണെന്ന് പറഞ്ഞു കുറേ വാശിയൊക്കെ പിടിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു പോവണ്ട, പിറ്റേ ദിവസം പരീക്ഷയുണ്ട്, അതായത് ഇംഗ്ലീഷ് എക്സാം ഉണ്ട്. അപ്പോൾ ഇന്ന് പോയിട്ടുണ്ടെങ്കിൽ നാളെ എക്സാം എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ മിണ്ടാതിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും പായും കൂടിയിട്ട് ആർച്ചയുടെ കടയിലേക്ക് വന്നിട്ടുണ്ട്. അതായത് അമ്മൂട്ടിനെ കൊണ്ടാക്കിയതിന് ശേഷം, അതായത് ഓയിൽ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവൾ എന്നോട് പ്രത്യേകം പറഞ്ഞതാണ് ചേച്ചി വീട്ടിൽ നിന്ന് പാത്രം എടുത്തിട്ട് പോകുന്നുള്ളൂ എന്ന്. പക്ഷെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂപ്പറാളിതാ അവിടുത്തെ എന്താ പറയുക വെളിച്ചെണ്ണ കുപ്പിയും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. പായുവിനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കാൻ കേട്ടോ അവള്. അപ്പോൾ അവിടെ നിന്ന് നേരെ നമ്മൾ കൊറിയർ ഓഫീസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് മെയിനായിട്ടൊരു സാധനം വാങ്ങിക്കാനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പായുവിനെയും കൊണ്ട് കാർ എടുത്ത് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ സ്കൂട്ടർമേലാണ് കേട്ടോ വരാറുള്ളൂ. അതായത് ഒരു മൈക്ക് വാങ്ങിക്കണമായിരുന്നു. നമുക്ക് ഈ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് മൈക്ക് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാനൊരു മൈക്ക് കുറേ നാളായിട്ടുണ്ട് വിചാരിക്കുന്നു മൈക്ക് ഒരെണ്ണം വാങ്ങിക്കണമെന്ന്. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വാടാനപ്പള്ളി മൊത്തം തിരഞ്ഞു, തൃപ്രയാർ മൊത്തം തിരഞ്ഞു. അവസാനം നമുക്ക് ഒരു കടയിൽ നിന്ന് മൈക്ക് കിട്ടി. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ 2 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വിശന്ന് പണ്ടാറടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുഴിമന്തി കഴിച്ചു. അതായത് ഹംദി കുഴിമന്തിയിൽ കയറിയിട്ട് കുഴിമന്തി വാങ്ങിച്ചു.
ഹാഫ് കുഴിമന്തിയാണ് വാങ്ങിച്ചത്. എന്നിട്ട് ഇതാ അത്രയും ബാക്കിയിരിക്കുന്നുണ്ട് കേട്ടോ. അമ്മൂട്ടിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു ഹാഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓർഡർ ചെയ്യേണ്ടായിരുന്നില്ല, കാരണം ഇത്രയും ബാക്കിയുണ്ട്. അവസാനം നമ്മൾ ഇതും കൂടെ ഓർഡർ ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. തിരിച്ചു പോണ വഴിക്ക് ഇതാ ഗംഭീര മഴയായിരുന്നു. ഇന്നിപ്പോൾ ആയു സ്കൂളിലേക്ക് പോകാണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്കൊന്ന് റെസ്റ്റ് കിട്ടും. കാരണം എന്നും ഇങ്ങനെ കൊണ്ടാക്കലും കൊണ്ടുവരലും എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കലാപരിപാടി ഒന്നല്ല, ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കലാപരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് റെസ്റ്റ് കിട്ടുമെന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോൾ അമ്മൂട്ടി പറഞ്ഞു അമ്മയെ കൊണ്ടാക്കി തായോന്ന്. ആ ചോദ്യം കേട്ടപ്പോൾ പിന്നെ നമുക്ക് കൊണ്ടാക്കി കൊടുക്കാണ്ടിരിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ കാലത്ത് അമ്മൂട്ടീനെ കൊണ്ടാക്കി കൊടുത്തു. ഇപ്പം അമ്മൂട്ടീനെ എടുക്കാനും കൂടിയായിട്ട് പോവാണ് കേട്ടോ. ഇതാണ് അമ്മു ബായു സ്കൂളിലേക്ക് പോകുന്ന വഴി. ഇത് നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് വരണം. നമ്മൾ ആ വെള്ളക്കെട്ടി കൂടിയാണ് വരാം. നമ്മള് വീട്ടിൽ നിന്ന് വരുമ്പോ നമ്മൾ വരുന്ന വഴി ആ നേരെ കാണുന്നതാണ്. എന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് തിരിയും. ഇതിപ്പോ നമ്മൾ വാടാൻപുള്ളിന്ന് വരുന്നോണ്ടാണ് ഈ ഡയറക്ഷൻ. അപ്പൊ ഇവിടെ കുറെ വെള്ളം ഉണ്ടാവും. ഇപ്പൊ മഴ ഇല്ലാത്ത കാരണമാണ് കേട്ടോ വെള്ളക്കെട്ടില്ലാത്തത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ റോട്ടിൽ നിറയെ വെള്ളം ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അയ്യോ അയ്യോ അയ്യോ. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളുടെ സ്കൂളിലേക്ക്. ഇത്രയും നല്ല റോഡ് വേറെ എവിടെയും കാണാൻ കിട്ടില്ല. അപ്പൊ ഈ റോഡ് കാണുന്ന വിധത്തിൽ പിടിക്ക് പായോ. ആ പൊന്തിച്ചൂടി. അയ്യോ എങ്ങനെയാ തണ്ടല് വേദന ഇല്ലാണ്ടിരിക്ക. ഈ റോഡൊക്കെ ചാടി കടന്നിട്ട് വേണം നമുക്ക് പോണെങ്കിൽ. ജാതി കോമഡിയാന്നറിയോ. സ്കൂട്ടറുമ്പോ വരുമ്പോ ജാതി രസാ. തലാട്ടി കളിക്കും. കാറി വരുമ്പോ വലിയ സീനല്ല കേട്ടാ. പക്ഷെ സ്കൂട്ടറുമ്പോ വരുമ്പോഴല്ല. സൈക്കിളാണെങ്കിലും സ്കൂട്ടറാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാ. തണ്ടലോട്ട് ഞാൻ വഴി അറിയില്ല. പഞ്ചായത്തുകാര് നമുക്ക് നേരെ കണ്ണടയ്ക്കുകയാണ് ഗൈസ്. ഇത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഇത് ടാറിട്ട റോഡാന്ന്. ഇത് ടാറിട്ട റോഡ് കേട്ടാ. കണ്ട ഇപ്പൊ എന്താ മണ്ണ് പോലെയല്ലേ തോന്നുന്നത്. കാരണം ഇതിൽ ടാറെന്ന് പറഞ്ഞ അംശം കാണാനില്ല. അതുകൊണ്ടാണ് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയിരിക്കുന്നു. അയ്യോ കൈ വേണെടുക്കുന്നുണ്ട്. അയ്യോ ഞങ്ങൾക്ക് എടുക്കണല്ലോ. മഴ പെയ്ത് തുടങ്ങി. ഈ വഴി കൂടെ വേണം നമ്മൾ ആഴ്ചയിൽ 5 ദിവസം യാത്ര ചെയ്യാൻ. 6 ദിവസം എന്ന് പറയാൻ ശനിയാഴ്ചയില്ലല്ലോ. എല്ലാ ശനിയാഴ്ച ഉണ്ടെന്ന് പറഞ്ഞാ ചിലപ്പോ നന്നായിണ്ട്. അപ്പൊ ആഴ്ചയിൽ 6 ദിവസം നമ്മൾ ഇതിൽ കൂടെ വേണം യാത്ര ചെയ്യാൻ. ആഴ്ചയിൽ 6 ദിവസം നമ്മൾ 2 നേരം വെച്ച് പോണം. കാലത്തും പോണം ഉച്ചയ്ക്കും പോണം. ഇതാണ് നമ്മുടെ റോഡിന്റെ അവസ്ഥ. ഇനി ചീനെടുത്തിട്ട് കാണിച്ചു കൊടുക്കാം. മാറ്റിയ വഴിയില്ലേ. നിർത്തിക്കോ. സ്കൂള് കിട്ടില്ല. നല്ല സ്കൂളാ. ഞാൻ അറിയണ്ട് 15-ന് വരാന്നില്ല അമ്മ. 15-ന് വരണമെന്ന് ഞാൻ വാടാപ്പള്ളിയിൽ അങ്ങോട്ട് എത്തണ്ടേ. ഞങ്ങള് തൃപ്രയാറ് പോയി കറങ്ങി അടിച്ച് പോകുന്നതാണ്. കഴിച്ചു നിങ്ങള്. കൊറേ നാളായിട്ട് ആ വീട് പണിതിട്ടേ പിന്നെ നിർത്തി വെച്ച് കൊടുക്കാം. പിന്നെയാണ് അത് വീണ്ടും പണിത് ഇങ്ങനെയൊക്കെ വെച്ചത്. ഞങ്ങൾ പുഴയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതല്ലാട്ടാ, ഇത് വളരെ ചെറിയ പുഴയാണ്. മഴ പെയ്താ ഞങ്ങൾക്ക് ആ മതിലിന്റെ സൈഡ് ഭാഗം വരെ വെള്ളം കയറും. അത്രയ്ക്ക് ഹൈറ്റിൽ വെള്ളം ഉണ്ടാവും. ഞങ്ങളുടെ റോഡിന്റെ ദയനീയമായ അവസ്ഥയാണ് ഈ കാണുന്നത്. PWDക്കാർക്കും പഞ്ചായത്തിനും ഞങ്ങളെ വിലയില്ല അല്ലേ.
നല്ല റോഡാ. നല്ല റോഡാ? എന്നിട്ട് എങ്ങനെ വീണ അവള് ഹിരണ്യൊക്കെ? അത് എന്തോ ഉന്തി തള്ളിയിട്ടൊക്കെ പോയതാണ്. അപ്പൊ വീണത്. മമ്മൂട്ടിയുടെ 2 ഫ്രണ്ട്സ് സൈക്കിളും വന്ന് വീണു. ഒരാളെ കാല് പൊട്ടി, ഒരാളെ ചുണ്ട് പൊട്ടി. എവിടെ നല്ല റോഡ്? അതിപ്പോ കഴിയും, അതിപ്പോ അവസാനിക്കും. അയ്യോ അത് തുടങ്ങി സമയമാകിയ വന്ന്. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചാട്ട മത്സരമാണ് ഞങ്ങള്. ചാടുക ചാടുക ആടുക ആടുക ചാടുക. അയ്യോ അയ്യോ. ഇത്രയും നല്ല റോഡ് നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ കമന്റ് ബിലോ. അല്ലേ വയ്യ? കമന്റ് ബിലോ. ഇനി നല്ല റോഡ് വരുന്നുണ്ട്. അത് മറ്റേ ഹാർബറിലേക്കുള്ള റോഡായതുകൊണ്ടാണ് അത് നന്നാക്കിയിട്ട് കൊടുക്കുന്നത്. അല്ലാതെ ആൾക്കാർ എടുത്തിട്ട് കൊല്ലും. അതെന്താ? ഹാർബർ അവരുടെ കച്ചവടവും കാര്യങ്ങളൊക്കെ അല്ലേ. ക്യൂട്ട്. അയ്യോ എന്റെ തണ്ടലൊടിയാറായി. പട്ടിക്ക് എടുത്താ കിട്ടിയേനെ. എന്നിട്ട് അതിന്റെ പേരേട്ടാ മുടി കെട്ടി ചെറുക്കണ നോക്കിയാള്. മിലോ നമ്മടുക്ക മിലോ അത് ശരി. പൂത്ത് ചെറുക്കണോക്ക്. ടാറ്റാ ടാറ്റാ. അതെ അതെ മതി പയ്യ നിർത്തിക്കോ. നീ റോഡ് എടുക്കാൻ നിന്നാ റോഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ കൊറേ നാളായി കണ്ടിട്ട് എല്ലാവരും പറയുന്നുണ്ട്. കഴിഞ്ഞ അമ്മയ്ക്ക് ആധാർ കാർഡ് അല്ല റേഷൻ കാർഡ് ശരിയാക്കാൻ പോയതാണ് ഗൈസ്. ഓക്കെ, നീ ആ റേഷൻ കാർഡ് തന്നിട്ടുണ്ട്, ആധാർ കാർഡ് തന്നിട്ട് നീ തന്നിട്ടില്ല എന്ന് പറയരുത് കേട്ടോ. എല്ലാം തന്നിട്ട് എടുത്തേച്ചോ. പിന്നെ നമ്മൾ ഇന്നലെ സപ്ലൈകോ ഓഫീസിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വേറെ ഒന്നല്ല, അമ്മയുടെ ആധാർ കാർഡിൽ ഫോൺ നമ്പർ തിരുത്താനുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ സപ്ലൈകോയുടെ ഓഫീസിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അക്ഷയന് അത് തിരുത്താൻ പറ്റാവുന്ന കാര്യം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ നമ്മുടെ അടുത്ത് അക്ഷയക്കാർ ശരിക്കും പറയാഞ്ഞിട്ട് ഞാൻ ചാവക്കാട് വരെ പോയി തിരിച്ചിങ്ങോട്ട് പോന്നു. എന്നിട്ട് ഇന്ന് പോയിട്ട് അക്ഷയയിൽ പോയിട്ട് അത് വീണ്ടും ശരിയാക്കി കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, മഴ തുടങ്ങണേക്കാട്ട് മുന്നൊക്കെ കുറച്ച് ചെടിയല്ല മീൻസ് മുളക് തൈകളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ആ ഒരു ചെടിച്ചട്ടിയിലൊക്കെ ഇങ്ങനെ നിൽക്കണം, ഒന്നും കുഴിച്ചിട്ടിട്ടില്ല. ചട്ടികൾ വേറെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ ചട്ടി വാങ്ങിക്കേണ്ട, നിലത്ത് തന്നെ കുഴിച്ചിടാം എന്നുള്ള രീതിയിൽ നമ്മുടെ വീടിൻ്റെ ഈ ഒരു അതായത് എന്താ പറയുക സൺസൈഡിൻ്റെ ചുവട് ഭാഗം ഉണ്ടല്ലോ, അവിടെ ഞാൻ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഏതൊക്കെ മുളക് തൈകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ. ഞാൻ നിരത്തി പാവി ഇട്ടിട്ടുള്ളതാണ്. ഉണ്ടായി വരുമ്പോൾ കാണാം. ഇനിയിപ്പോൾ ഉണ്ടാവും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല, കാരണം മഴക്കാലമല്ലേ. നമ്മുടെ കുറേ ചെടികളൊക്കെ ഇങ്ങനെ എന്താ പറയുക മുളക് തൈകളാണ് കേട്ടോ. ഒക്കെ ഇങ്ങനെ അതും ഇതില്ലാത്തൊരവസ്ഥയിലൊക്കെ ഇപ്പോൾ നിൽക്കണത്. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. ഇന്നൊരു തെളിഞ്ഞ ഒരു പ്രഭാതമാണ്. അതായത് അധികം മഴക്കാരും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു ചുറ്റുപാടോട് കൂടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എപ്പോഴൊക്കെയാണ് മഴ പെയ്യുക എന്നൊന്നും അറിയില്ല കേട്ടോ. ഞാനിങ്ങനെ ഇന്ന് നാളെ മറ്റന്നാൾ എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. ഇഷ്ടമാവുന്നുണ്ടെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ലവ് ചിഹ്നം ഇട്ടിട്ട് പോവരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടയാണ് കേട്ടോ. അപ്പോൾ അടയ്ക്കുള്ള വാഴയിലൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ട്. എൻ്റെ വീട്ടിൽ വാഴകൾ വളരെ കുറവായിരുന്നു. ഞാനും ചേട്ടനെയും ഉദ്ദേശിച്ചല്ല, അതല്ലാതെ നമ്മുടെ ഒറിജിനൽ വാഴകൾ വളരെ കുറവായിരുന്നു കേട്ടോ. എന്നാലും അച്ഛനിങ്ങനെ 1-2 തൈകളൊക്കെ അങ്ങനെ വെച്ച് പിടിപ്പിച്ചിട്ട് വാഴകളൊക്കെ ഉണ്ടായിരുന്നു. ഇടയ്ക്ക് കൊലകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ കോഴി ഉണ്ടായിരുന്നു, താറാവ് ഉണ്ടായിരുന്നു. ഈ താറാവിൻ്റെ മെയിൻ ഐറ്റം എന്താണെന്നറിയോ? വാഴയുടെ മൂട്ടിൽ വന്നിട്ട് കുത്തി ആ വാഴേനെ മറച്ചിടും. അങ്ങനെ താറാവിനെയൊക്കെ ഞങ്ങൾ കറി വെച്ച് തിന്നു. ഇതൊരു വലിയ കഥയാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നൊരു കാര്യം ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ചാലിനെ നമ്മൾ വീട്ടിലേക്ക് വാങ്ങിക്കുമ്പോൾ ഞാൻ പിള്ളേരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് പായുവിൻ്റെ അടുത്താണ്, പായു ആണല്ലോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ചാലിയുടെ എല്ലാ കറികളും നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നാൾ, അതായത് ഇപ്പോൾ ഏകദേശം സ്കൂളൊക്കെ തുറക്കണേക്കാട്ടും മുന്നേ വരെയൊക്കെ അവർ നോക്കിയിരുന്നു. സ്കൂൾ തുറന്നതിന് ശേഷം, അതായത് സ്കൂൾ തുറക്കണതിനുമല്ല വെക്കേഷന് ശേഷം അവർ ആ ഭാഗത്തേക്കേ തിരിഞ്ഞ് നോക്കാറില്ല. ചാലീനെ കളിപ്പിക്കുകയും കൊഞ്ചിക്കുകയും ലാളിക്കും, അതൊക്കെ ഉണ്ട്. ഭക്ഷണം കൊടുക്കും, അതൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ അവളുടെ അപ്പി മൂത്രം ഇതൊന്നും അവർ കോരിക്കളയില്ല. എൻ്റെ പണിയാണ് ഇപ്പം അവളുടെ അപ്പിപ്പാത്രമൊക്കെ ക്ലീനാക്കി വെക്കുകയെന്ന് പറയുന്നത്.
ഇവിടെ അമ്മും ബായും എന്നല്ല, അവരുടെ സ്കൂളിലത്തെ എല്ലാ പിള്ളേരും കഴിച്ച ഭക്ഷണം അവിടെ നിന്ന് തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടാണ് വീട്ടിലേക്ക് കൊണ്ടുവരാം. പണ്ടൊക്കെ എനിക്ക് ആ ഒരു സ്വഭാവമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ കഴിച്ച പാത്രം മൂടി ടവിലൊക്കെ വെച്ച് കെട്ടി നേരെ വീട്ടിലേക്ക് കൊണ്ടുവരും. ചിലപ്പോൾ നമ്മൾ ഒരു ദിവസം 2 ദിവസമൊക്കെ മറന്നിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ തുറക്കുമ്പോഴത്തെ സ്മെല്ലും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്തായിരിക്കുന്നത്. അങ്ങനെയൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ സ്കൂളിലത്തെ പിള്ളേർക്ക്, അതായത് അത് സ്കൂളിലത്തെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് കേട്ടോ. പാത്രം കഴുകിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പാടുള്ളൂ. അതുപോലെ വേസ്റ്റും സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അധികം ഭക്ഷണം വേസ്റ്റ് ആക്കാൻ അവർ സമ്മതിക്കാറില്ല. എന്നാലും പിള്ളേരാണല്ലോ, ഭക്ഷണം വേസ്റ്റ് ആക്കാറൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ അവരതങ്ങനെ എന്താ പറയുക, വൃത്തികേടായിട്ടുള്ള രീതിയിൽ എൻ്റെ സ്കൂളിൽ ഇതേപോലെ പിള്ളേർ കൈ കഴുകുന്നിടത്ത് ചോറൊക്കെ കൊണ്ടുപോയി ഇട്ട് ആ വെള്ളം പോകുന്ന ആ ഒരു പൈപ്പൊക്കെ അടഞ്ഞുകൂടി വെള്ളം അവിടെ കെട്ടിക്കെടുക്കലും കാര്യങ്ങളും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു കേട്ടോ. നമ്മുടെ ഓർമ്മകളിൽ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഇവരെ സ്കൂളിൽ അങ്ങനത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. കാരണം അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പാത്രവും കാര്യങ്ങളൊക്കെ ബക്കറ്റുകൾ അവരവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിന്ന് അടയാണ്. പക്ഷേ അടയുടെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിംഗ് ഉണ്ടല്ലോ, ഞാൻ നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് വേവിച്ചിട്ടല്ലേ വെച്ചത്, അതേപോലെ തന്നെയാണ് കേട്ടോ വെച്ചത്. എനിക്ക് തോന്നുന്നു നമ്മൾ വെറുതെ ശർക്കരയൊക്കെ നാളികേരത്തിൽ അങ്ങനെ എന്താ പറയുക തിരുമ്മി പിടിപ്പിച്ചിട്ട് വെക്കണേക്കാട്ടും ടേസ്റ്റ് കൂടുതലുണ്ട് ഇങ്ങനെ ഒന്ന് വേവിച്ചെടുത്തിട്ട് വെക്കണത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കണേ എല്ലാവരും. എനിക്ക് അമ്പലത്തിൽ നിന്നൊക്കെ നമുക്ക് നാളികേരം അങ്ങനെ ഇലയിലാക്കിയിട്ട് തരാറില്ലേ, നമ്മുടെ ഇവിടെ ശിവൻ്റെ അമ്പലത്തിലൊക്കെ കിട്ടാറുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. ഞാൻ പേരടിച്ച് വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഷാനി ചേച്ചി ഉണ്ടല്ലോ, ഷാനി ചേച്ചി വിളിച്ചിട്ട് ഷാനി ചേച്ചിയോട് സംസാരിച്ചിട്ട് പേരടിച്ച് വാരിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കണ്ട ഒരു സാധനം പേരയുടെ അകത്തുനിന്നോ ചാർലി അങ്ങോട്ട് പോക്കോ. ഇതെന്ത് സാധനം എന്ന് വില നിശ്ചയമുണ്ടോ? പാമ്പാ. ഈശ്വര, അതെങ്ങനെ അകത്ത് കയറി എനിക്കൊരു പൊടുത്തല്ല കേട്ടാ. അടുക്കളയെന്നാണ് കണ്ടോ, പേടിയാവണം. അങ്ങോട്ട് പോയേ കണ്ണ, അങ്ങോട്ട് പോയേ. ഇളകണ നോക്ക്. ഇതെങ്ങനെയാ അടുത്ത് കളയാന്ന് പോലും എനിക്ക് അറിയില്ല. കണ്ടോ, പെരയുടെ അകത്തൊക്കെ ശരിക്കും പാമ്പ് കൊടുക്കണ പോലെ ഉണ്ടല്ലേ. കണ്ടോ, അത് കിടന്ന് പടയണ കണ്ടോ. പുറത്തൊക്കെ വരുന്നതാ ഓക്കെ, ഇത് പെരയുടെ അകത്ത് തന്നെ എങ്ങനെയാ ഒരു പിടുത്തല്ലേ ഈശ്വര. എങ്ങനെയാ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാം അല്ലേ. ഞാൻ പറമ്പിൽ കൊണ്ടുപോയി ഇട്ടുകൂട്ടാ. കുടപ്പുളി കുറച്ചൊക്കെ ഉണ്ടായിട്ട് വീണെടുക്കുന്നുണ്ട്, അധികം ഒന്നുമില്ല. ഇപ്പോഴായി പിന്നെ കുടപ്പുളി അങ്ങനെ ഉണ്ടാവാറില്ല കേട്ടോ. നമ്മൾ മരം കണ്ട പണ്ടുണ്ടല്ലോ, ചാകരയായിരുന്നു ചാകര. ഇപ്പം അങ്ങനെ ഒന്നുമില്ല, അത് 5-6 ഉള്ളു. എനിക്ക് തോന്നുന്നു ചിരട്ടപ്പാമ്പാന്ന് തോന്നുന്നു. പക്ഷെ അതെങ്ങനെയാ പെരയുടെ അകത്ത് വന്നതെന്നാണ് എനിക്ക് സംശയേ. അടിച്ചു വരുമ്പോ പിള്ളേരോടത്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ചേട്ടൾക്ക് പേടിയാവും. ഉച്ചയ്ക്ക് സ്കൂളിൽ നിന്ന് പായനെ എടുത്തിട്ട് നേരെ നമ്മൾ ഓയിൽ, അതായത് വെളിച്ചെണ്ണ അയക്കാനുള്ള ബോട്ടിൽ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിൻ പോളിമേഴ്സിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കുപ്പിയുടെ മാനുഫാക്ചറിങ് കമ്പനിയാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെ ഏറ്റവും റേറ്റ് കുറവിന് കുപ്പികൾ കിട്ടുന്നത് ഈ ഒരു ഷോപ്പിലാണെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും അറിയാത്തതുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൊക്കേഷൻ പറഞ്ഞുതരാം. കാഞ്ഞാണി പാടം എത്തുന്നതിനെക്കാട്ടും മുന്നായിട്ടാണ്. റൈറ്റ് സൈഡിൽ നമ്മൾ ഇവിടുന്ന് തൃശ്ശൂർ റോട്ടിലേക്ക് പോകുമ്പോൾ, വാടാൻപുള്ളിയിൽ നിന്ന് തൃശ്ശൂർ റോട്ടിലേക്ക് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് കേട്ടോ വരുന്നത്. എൻ്റെ പൊന്നി ഇരിച്ചിട്ടുണ്ടോ നോക്കടി, എൻ്റെ പൊന്നച്ചോ ചുന്തിരി, അമ്മൻ്റെ തുന്തിരി വാവ എവിടെ? 80 രൂപയ്ക്ക് അത് 80 രൂപ. 80 രൂപയിൽ 4 എണ്ണം എടുത്താൽ ഒരെണ്ണം ഫ്രീ. എനിക്ക് തോന്നുന്നു ഇതാ ലാഭം തോന്നണു. 240 രൂപയായിട്ടുള്ളൂ. നമ്മൾ അടി അയിലെണ്ണില്ലേ, 5 എണ്ണല്ലേ? ആ, ഇതിന് 240 രൂപയായിട്ടുള്ളൂ. നമ്മൾ മറ്റേ വാങ്ങിക്കുമ്പോൾ 290 രൂപയല്ല വേണേ. ഏതിൽ 4 എണ്ണ? അതല്ല മോളെ, അതിന്റെ ഉള്ളിലത്തെ ഓരോന്ന് നോക്ക്. ഇത് ഓരോന്ന്, അത് ഇപ്പം ഇത് 4 എണ്ണല്ലേ? അല്ല, ഇതാണ് ലാഭം. അതൊന്നും കുഴപ്പമില്ല. രാത്രി 11:30 നേരത്ത്, 11:30 അല്ല അല്ലേ, 11 മണിയാവണ നേരത്ത് പായു ഒരാൾക്ക് ഉണ്ടാവണ അസുഖം കാണിച്ചു തരാട്ടോ.
പായുവിനെ ഓടിപ്പിക്കണ്ടിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി അവിടെ അവളങ്ങോട്ട് ഓടി അങ്ങോട്ട് ചെല്ലടി അവിടെ നിന്ന് പിന്നെ ഞാൻ കഴിഞ്ഞ് വീഡിയോ എടുക്കാൻ പറ്റും വഴി എന്ന് പറഞ്ഞാല് ഇല്ല കേട്ടിട്ടില്ല മനസ്സിലായി. ഒരാള് ചാടിക്കേറി അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോയിട്ടാ അവിടെ നടത്തോണ്ട് വന്നതാ മുട്ടി. ആ മുകളിലൊരു കാക്കരിക്കണില്ലേ, ആ പോയി അതിനെ പിടിക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ അവള്. ഉള്ള മഴയൊക്കെ കൊണ്ട് ആ രോമൊക്കെ ആകെ നനഞ്ഞ് കുളിച്ച് അവൾക്ക് കുറച്ച് വെള്ളം മേത്ത് ഒഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്താണെന്നറിയോ? അപ്പൊ മഴ കൊള്ളാൻ പോയപ്പോ ഒരു ബുദ്ധിമുട്ടില്ല അല്ലേ അല്ലേടി നിനക്ക്? കാക്കനെ പിടിക്കാനുള്ള സകല തയ്യാറെടുപ്പില്ലായിരിക്കും ഞാനൊരു കപ്പിൽ വെള്ളം എടുത്തോണ്ടൊന്ന് അമ്മന്റെ മേത്ത് ദേടി വീണ്ടും ഒരു പെട്ടു ഓ സാധാരണ ദിവസങ്ങളിൽ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് വെച്ചാല് അന്നത്തെ ദിവസം നല്ല വെയിലായിരിക്കും. പക്ഷെ ഇന്ന് നീതി പുലർത്തിയില്ലേ പായോ? ഇന്ന് കാലത്തൊട്ട് ഒടുക്കത്തെ മഴയാണ് കേട്ടോ. മഴ പെയ്തോണ്ടിരിക്കും, എപ്പോഴും മഴയുണ്ട്. അത് പോവില്ല, മഴത്ത് പോവില്ല. നല്ല മഴയുണ്ട് കേട്ടാ. ആ ഇടിയും കൊടുങ്ങണ്ട് കേട്ടാ. മഴ പെയ്യട്ടെ. ഇന്ന് സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ എണീക്കാനൊക്കെ ഇത്തിരി നേരം വൈകിയിട്ടുണ്ട്. നമുക്ക് മന്തി ഉണ്ടായിരുന്നല്ലോ വാങ്ങിച്ചത്, അപ്പോൾ അതാണ് കാലത്ത് കഴിച്ചത്. പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാൻ പോയില്ല. ബയ്യ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിളിച്ചതല്ല, ചേച്ചി വിളിച്ചിട്ടാണ്. കാരണം അന്ന് അവർ വന്നിട്ട് പണി മുഴുവനാക്കിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് ഇപ്പോൾ ഈ പണി ഇടിപ്പിക്കുന്നത്, അതായത് പുല്ലൊക്കെ ചെത്തിക്കുന്നത് മഴ പെയ്യുമ്പോൾ ഇതൊക്കെ കിളിർത്ത് വരില്ലേന്ന്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. നമ്മുടെ വീടിൻ്റെ ബാക്കിൽ പാമ്പുംകാവാണ്. എപ്പോഴാണ് എന്തൊക്കെയാണ് അവിടെ ചുരുണ്ട് പിടിക്കെടുക്കാന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ കുറേ നേരയില്ലേ നമുക്ക് പറയണു. വിറക് വരയിലേക്ക് ഒന്ന് കിടക്കണം എന്ന് വെച്ചാൽ ആ ഒരു ഭാഗം മൊത്തം പുല്ലായിരുന്നു. പിന്നെ എങ്ങനെയൊന്ന് കിടക്കാൻ പറ്റുക? നമുക്ക് ഏതെങ്കിലും ചെടിയുടെ ഒന്ന് കടക്കിൽ പോയി ആ ചെടി എങ്ങനെയുണ്ടെന്ന് നോക്കണം എന്ന് വെച്ചാൽ അതിനും പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് ബയ്യനെ വിളിച്ചിട്ട് വൃത്തിയാക്കിപ്പിച്ചിട്ടുള്ളത് കേട്ടോ. ഉച്ചതിരിഞ്ഞപ്പോൾ കൊറിയറൊക്കെ അയക്കാനുണ്ടായിരുന്നു. അത് അയച്ചു കഴിഞ്ഞിട്ട് നേരെ ചെരുപ്പ് എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അമ്മൂട്ടിക്ക് ജേഴ്സി വേണമെന്ന് പറഞ്ഞിട്ട് ജേഴ്സിയും അതുപോലെ തന്നെ ട്രാക്ക് സ്യൂട്ട് അങ്ങനെയല്ലേ പറയാം, ആ ഒരു പാൻറ്റും കൂടെ വേണമെന്ന് പറഞ്ഞിട്ട് അതും കൂടെ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മൂട്ടിക്ക് സ്കൂളിൽ നിന്ന് കബഡിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൗസറും കാര്യങ്ങളൊക്കെ വേണ്ടി വരും. അപ്പോൾ ആകെ 2-3 എടുത്തുള്ളൂ. പിന്നെ ഒരു പാൻറ്റാണ് കേട്ടോ എടുത്തത്. എനിക്ക് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പക്ഷേ പായുമ്പയ്ക്ക് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക തരം വികാരമാണ് കേട്ടോ. ചെറുപ്പം മുതലേ ഉള്ളതാണ്. വളരെ ചെറുപ്പം മുതലേ അവൾക്ക് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രേസാണ്. അപ്പോൾ മൂപ്പരാളെ ക്രോക്സിൻ്റെ വള്ളി പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഇടാനൊക്കെ പറ്റും, പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് അച്ഛനെ മാസ്ക് ഇട്ടിട്ട് ഒരു ചെരുപ്പ് മൂപ്പരാൾ പുതിയ ക്രോക്സ് വാങ്ങിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നിൽക്കുന്നത് മാടാനപ്പള്ളി സുധാ സിൽക്സിൻ്റെ മുന്നിലാണ്. ആടി സെയിൽ പ്രമാണിച്ച് ഗംഭീര കോംബോ ഓഫറുകളാണ് സുധാ സിൽക്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എന്താ സംഭവം എന്ന് മനസ്സിലായോ? എന്തപ്പോൾ ഇവിടെ സംഭവിച്ചത് അല്ലേ? എൻ്റെ വീഡിയോയുടെ ഇടയിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഒന്നും അല്ല കേട്ടോ. നമുക്കൊരു പ്രൊമോഷൻ ഉണ്ടായിരുന്നു, ഒരു വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു കാലത്ത് തന്നെ. ഇത് ഇന്നത്തെ വീഡിയോ വെള്ളിയാഴ്ചക്കലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ കാലത്ത് 7:30 എണീറ്റ് പോയി ഞാനും സുവിയും അമ്മൂട്ടിയും കൂടിയിട്ട്. അപ്പോൾ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് വന്നു. പായിനെ നേരെ വീട്ടിൽ നിന്ന് വിളിച്ചു കൊണ്ടുവന്ന് പായ ഉറക്കത്തിലായിരുന്നു, അപ്പോൾ വന്നില്ല. നേരത്തോടെയല്ലേ ഞങ്ങളൊരു 7:30 വീട്ടിൽ നിന്ന് പോയതാണ്. പിന്നെ വരുന്നത് 1 മണിക്കൂറിൻ്റെ വർക്ക് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നേരെ വന്ന് കാർത്തിക് ഭവനിൽ വന്ന് ഫുഡൊക്കെ കഴിച്ച് അവൻ എഡിറ്റ് ചെയ്യാനിരിക്കുകയാണ്. എഡിറ്റൊക്കെ ചെയ്ത് വീഡിയോ ഒക്കെ എനിക്ക് ആക്കി തന്നിട്ടാണ് പിന്നെ മൂപ്പരാൾ തിരിച്ചു പോയത് കേട്ടോ. നമുക്ക് തൃശ്ശൂർ ജില്ലക്കാർക്ക് 2 ദിവസമായിട്ട് മുടക്കാണ്. ഇന്നലെയും മുടക്കാണ്, ഇന്നും മുടക്കാണ്. ഞാൻ ആദ്യം പെട്ടു എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. 7:30 ആകുമ്പോൾ പയ്യനെ സ്കൂളിൽ കൊണ്ടാക്കി വിട്ടിട്ട് നേരെ അങ്ങനെ പോകാം എന്നുള്ള രീതിയിലൊക്കെയാണ് ഇരുന്നത്. ഭാഗ്യത്തിന് മഴ നമ്മളെ തുണച്ചു കേട്ടോ. ഇന്നത്തെ ദിവസം ലീവ് കിട്ടി. ഞങ്ങൾ ചെമ്പയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നല്ല ബ്ലോക്കില്ല. 10:30 തുടങ്ങുന്ന ക്ലാസ്സിന് 11 മണി ആവാറായിട്ടും
ചാവക്കാട് പോലും എത്താത്ത ഞങ്ങൾ. ഭയങ്കര ബ്ലോക്കാട്ടാ. ബ്ലോക്ക് എന്ന് പറഞ്ഞാലേ റോഡ് പണി നടക്കണ്. വണ്ടി 2 ഭാഗത്തും പിടിച്ചിട്ടിട്ടാണ് റോഡ് പണി. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഫുൾ ബ്ലോക്ക്, രക്ഷയില്ല. നമ്മുടെ ആ ബാക്കിൽ കാണുന്നത് തന്നെ കേട്ടോ ചെമ്പൈ സംഗീത അക്കാദമി. നമ്മളിത് ആ പാവിൻ്റെ ഫീസൊക്കെ അടച്ചിട്ട് ഞാൻ അമ്മട്ടും കൂടെ കാറിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെ തവളക്കുഞ്ഞുങ്ങളുണ്ട്. അമ്മൂട്ടി കാണിച്ചു തരാം അത്ര. അമ്മു തവളയുടെ കുട്ടീനെ നോക്കാൻ പോയിട്ട്. എവിടെ തവളയുടെ കുട്ടി? കൊറേ ഉണ്ടല്ലോ അല്ലേ തവളയുടെ തല കണ്ട തവളക്കുട്ടികൾ. ഫൈനൽ സ്റ്റേജ് മുമ്പത്തെ സ്റ്റേജാണ് ഇത് കഴിഞ്ഞാൽ ഫൈനൽ സ്റ്റേജ് വരെ. ഇത് കഴിഞ്ഞ ഒരു അഡൾട്ടാവല്ലേ. ഇവിടെ ഈ മതിലുമലൊക്കെ ഉണ്ടല്ലോ, ഈ നിൽക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇവിടെ നിറയുണ്ട് കേട്ടോ. അത് ചെടിയാണ്. നമുക്കൊരു ദിവസം പറിച്ചുകൊണ്ടോണം. എങ്ങനെയല്ലേ സാധനം? ഇതിങ്ങനെ നല്ല രസമല്ലേ? ഇത് നല്ല ഭയങ്കര. ഇത് പറിച്ചുകൊണ്ടായല്ലോ നമുക്ക് വരുമ്പോൾ പറിച്ചുകൊണ്ടോ. അമ്മൂട്ടി ഞങ്ങൾ പോയി വരുമ്പോഴേക്കും വരച്ച പാടാണ്, മുഴുവനായിട്ടില്ല കേട്ടാ. ഇത് മറ്റേത് സ്റ്റോറി, ഇത് നമ്മള് വ്ളോഗ്. പോയിട്ട് വരാം. പായിന് ഇന്ന് നാടോടി നൃത്തം പ്രാക്ടീസ് അല്ല പഠിക്കാനുണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് അവരൊന്ന് ക്യാൻസൽ ചെയ്ത് കാരണം ഞങ്ങൾ അന്ന് രക്ഷപ്പെട്ടു. പായ സ്റ്റെപ്പ് കാണിച്ചു കൊടുത്തേ, നാടോടി നൃത്തത്തിന്റെ കാണിച്ചു കൊടുക്ക. ഇവിടേക്ക് തന്നെ കാണിച്ചു കൊടുക്ക. പോസ് ഒന്നും വേണ്ട, ഒരു സ്റ്റെപ്പ്, ഒരൊറ്റ സ്റ്റെപ്പ്. താനാരോ തകത്തേക്ക താനാരോ. കളിക്ക് പ്ലീസ്. ഓക്കെ അല്ലേ? റെഡി? 1 2 3 സ്റ്റാർട്ട്. 1 2 3 സ്റ്റാർട്ട്. പാട്ട് അമ്മുദ മ്യൂറൽ കഴിഞ്ഞിട്ട് വന്നിരിക്കണം കേട്ടോ. നമ്മുടെ ഇന്ന് വരച്ചതാണ് കൈ. പിന്നെന്താ ഇന്ന് വരച്ചത്? വേറെ കൈ ഉണ്ടായിരുന്നല്ലോ, അത് വേണ്ടാത്തേ. ഈ കൈ അമ്മുന് വരച്ചത് ഇഷ്ടമില്ല അത്ര, അതാണ് അത് വേണ്ടെന്ന് പറയണേ. മാഷ് അപ്പം നന്നായി വരച്ച് പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് മാഷ് വരച്ചതല്ലേ? നല്ല ഭംഗിയിൽ വരച്ചിട്ടുണ്ട്. എന്താ കൈയൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കുക കണ്ട അമ്മുൻ്റെ മ്യൂറലിൻ്റെ ഞാനിതെല്ലാം കാണിച്ചിട്ടാ കേട്ടോ നിങ്ങൾക്ക്. ഇത് പിന്നെ നമ്മൾ ആദ്യം കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഇങ്ങനെ ഓരോ ഇതിൻ്റെ ഒരു വനമാല, മഷിപ്പൂവ്, കർണാഭരണം, പിന്നെന്താ ഇതൊക്കെ എന്തോ ആഭരണങ്ങളും, ചെവിപ്പൂവ്, കർണാഭരണം ചെവിയിലിടുന്ന ആഭരണം, കമ്മലി, ശരി, ബാങ്കിള്, മോതിരം, കൈ, കുറേ തരം കൈകളുണ്ട് കേട്ടോ. അങ്ങനത്തെ കൈകളൊക്കെയാണ്. ഇതല്ലേ നമ്മളിപ്പോൾ കണ്ടേ? അതെ, ഇതാണ് ഇപ്പം നമ്മൾ കണ്ടത്. ഇപ്പോൾ എത്രയാണ് കേട്ടോ അമ്മൂട്ടി? ഇപ്പം എത്ര ക്ലാസ്സിന് പോയി അമ്മുവാ? 6 ക്ലാസ്സാണ്. 4 ക്ലാസ്സിന് 1000 രൂപയാണ് കേട്ടോ. അപ്പോൾ 1000 രൂപ നമ്മൾ ഒരിക്കൽ കൊടുത്തു കഴിഞ്ഞു. പിന്നെ ഇപ്പം 2 ക്ലാസ്, അപ്പം 6 ക്ലാസ് ആയിട്ടുള്ളൂ കേട്ടോ. 6 ക്ലാസ് ആയിട്ടുള്ളൂ ടോട്ടൽ. അപ്പോഴേക്ക് ഇത്രയ്ക്കായി. ഒരു ബുക്ക് തീരാറായി. 50 വരെ വന്നിട്ടില്ല കേട്ടോ. 50 ക്ലാസ് കഴിഞ്ഞിട്ടില്ല. നമ്മൾ ഇന്നലെ ഇരുന്ന അതേ സ്ഥലത്ത് അവിടെ ഇരിക്കുകയാണ്. മതി ഏട്ടാ, മതി. അല്ലല്ല ഇത്രയൊന്നും വേണ്ടെങ്കിൽ മതി. വെജിറ്റേറിയൻ ഒന്നല്ല. ആൻഡ് പായസം പോയി. അയ്യോ, ഈ ഹോട്ടലിന്റെ പേരെന്താ? ചൈത്രം. അതിന് വായിൽ വെള്ളം ഓർമ്മയുണ്ടോ? ഉണ്ടല്ലേ?
കുറേ കറികളുണ്ട് കേട്ടോ. ആ വെക്കാളാണ്. ഓ മീൻ കൂട്ടാനൊക്കെ കൂട്ടി ചോറുണ്ണുമ്പോൾ പറയാലോ. ചേട്ടാ മീൻ വറുത്തതില്ലേ? ഒരു മീൻ വറുത്തത് കേട്ടോ. മീൻ കറിയും പൊറോട്ട നല്ല ടേസ്റ്റാവും. അങ്ങനെ ഉച്ചക്കല് ഫുഡൊക്കെ പുറത്തുനിന്നൊക്കെ കഴിച്ച് വന്ന് ഗംഭീരമായിട്ടുള്ളൊരു ഉറക്കം ഉറങ്ങി കേട്ടോ. നമുക്ക് വാടാനപ്പള്ളിയിലേക്ക് ഒന്ന് പോകണം. ഒരു കൊറിയർ കൊടുക്കാനുണ്ട്. അതായത് എണ്ണ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വാടാനപ്പള്ളിക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. ഇന്ന് നല്ല വെയിലായതുകൊണ്ട് തന്നെ ചെടികൾക്കൊക്കെ ചെറിയ തരത്തിലൊരു വാട്ടുണ്ട്. നമ്മുടെ കാർ പോർച്ചിലും പിന്നെ സൺസൈഡിൻ്റെ അടിയിലിരിക്കുന്ന ചെടികളൊക്കെ ഉണ്ടല്ലോ, അതിന് ചെറിയൊരു വാട്ടുണ്ട്. അപ്പോൾ ഒന്ന് നനച്ചും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ചെടിക്കൊന്ന് നനയ്ക്കണത് തന്നെ. അയ്യോ പുറങ്ങി. അയ്യോ വേണ്ട ചേച്ചിയെ, നിർത്തിക്കോ ചേച്ചിയെ. ബൊമ്മ എടുക്കണ പോലെ ഉണ്ട്. സുന്ദരിയായിട്ട് പൊത്തിക്കഴിഞ്ഞാലല്ലേ ശരിയാവുള്ളോ. മണ്ടേ എന്തുട്ടാ നാളെന്താ? ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും ഉണ്ട്. ചപ്പാത്തി ഉണ്ടാക്കാം അല്ലേ? ചപ്പാത്തി ഉച്ചക്ക് ചോറ്. കട തുറന്നു അറിയില്ല. ആയി വരുന്നില്ല അങ്ങോട്ട്. അപ്പൊ ആയോ ഒറ്റയ്ക്ക് പോണ്ടേ? ആ ചപ്പാത്തി ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട്. ചോറിന് എന്താ വേണ്ടത്? ആ ഇന്നലത്തെ കടലക്കൂട്ടം അത് ഇന്ന് രാത്രി എടുക്കൂലേ? മതിയോ? ഓക്കെ. അമ്മൂട്ടി ഇന്നലെ വരച്ച അനങ്ങാ വെറുതെ വേസ്റ്റ് ആക്കല്ലേ. ആ അമ്മു ഒന്നിങ്ങോട്ട് വന്നേ. അമ്മുവാ ഒന്നിങ്ങോട്ട് വാ, ജസ്റ്റ് ഒന്നിങ്ങോട്ട് വാ. അതവിടെ മാറ്റില്ല. വഴിയിൽ അല്ല, അത് വെറുതെ കാണിക്കാനേ ചേച്ചി. മതി ഓവറാക്കണ്ട. അമ്മൂട്ടി ഇന്നലെ വരച്ച പടം വരച്ച് മുഴുവനാക്കിയതാണ് കേട്ടോ കാണുന്നത്. ഓക്കെ, ഇങ്ങനെ നല്ല ഭംഗിയുണ്ടല്ലേ കാണുമ്പോ. പടത്തിനോട് നന്നായി ചേരുന്നുണ്ട്. അത് വരച്ച് മുഴുവനാക്കിയിട്ടുണ്ട് കേട്ടോ. മുഴുവനായില്ലേ? ഇനി ഒന്നുമില്ലല്ലോ വരയ്ക്കാൻ. പാവി എൻ്റെ പാരിജാതം മൊത്തം പൊട്ടിച്ചു. പാരിജാതം പൊട്ടിക്കണ വീഡിയോ എന്തിനാ എടുക്കണേ? അയ്യോടി. അതെ ചാർലി നല്ല സ്വഭാവം പഠിച്ചു ഗൈസ്. നിങ്ങൾ മിറ്റൊന്നും നോക്കണ്ട. പോരാ ചാർലി നടക്കണ നോക്കിയേ. അച്ചടാ അമ്മൻ്റെ പൊഞ്ഞി. അല്ലെങ്കിൽ അവിടെ കിടക്കുള്ളൂ കേട്ടോ. അവള് ബെൽറ്റ് ഇട്ടാൽ നടക്കൂലായിരുന്നു. പാരിജാതം പൊട്ടിക്കണ വീഡിയോ എടുത്തരാം. ഓക്കെ. ആ മുട്ടുകളും പൊട്ടിക്കണ്ട നീ? അല്ല ഇതെന്തിനാ സാറിത് പൊട്ടിക്കണേ? എറിയാനാടി. എന്തൊരു നല്ല മണ്ണുള്ളതാടി. വെറുതെ വേസ്റ്റ് ആക്കി കളയണ്ട. ഇങ്ങോട്ട് വരുമ്പോ ഒരു പ്രത്യേക മണാട്ടോ. പാരിജാതത്തിന് മണല്ലാന്നാ? ശരി. അപ്പൊ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ പാരിജാതം നിൽക്കണ ഭാഗത്ത് ഒരു പ്രത്യേക മണുണ്ട് കേട്ടോ. മതി എന്താ നശിപ്പിച്ചു. അങ്ങനെ നമ്മുടെ വീക്കിലി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ആഴ്ച വീണ്ടും നമുക്ക് കാണാം കേട്ടോ. ബൈ പറ. ബൈ.